എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ സാറേ, ഞാൻ പറഞ്ഞു സാറിന് മനസ്സിലായിട്ടില്ലല്ലോ. എന്നാ പിന്നെ താൻ വിശദീകരിച്ച് പറഞ്ഞു. വേണ്ട സാറ് എനിക്ക് വിശദീകരിച്ചു. അല്ല പറഞ്ഞോ. അല്ല വേണ്ട സാറ് പറഞ്ഞു. നിങ്ങൾ സ്ഥിര നിക്ഷേപത്തിന് വേണ്ടി വന്നതല്ലേ? അതെ. അല്ലേ? ആ. നിങ്ങൾ ഇവിടെ 4 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 വർഷവും 25 ദിവസവും കൊണ്ട് നിങ്ങൾക്ക് 8% പലിശ ലഭിക്കും. അതെനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ആധാറിന്റെ കോപ്പി, അതുപോലെ ഈ പാൻ കാർഡിന്റെ ഒറിജിനൽ ഇവിടെ കാണിക്കണം. എന്നിട്ട് വേണം എന്റെ കയ്യിൽ നിന്ന് നികുതി പിരിക്കാൻ. അപ്പൊ പിന്നെ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ടാക്സ് അടക്കണ്ടേ? എന്റെ സാറേ, ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയൊന്നും അല്ലത്. അത് ശരി. അപ്പൊ പിന്നെ ഈ പൈസ എങ്ങനെ വന്നു നിങ്ങളുടെ കയ്യിൽ? അത് എന്റെ മോടെ വിഭാഗത്തിന് നാട്ടുകാരും ബന്ധുക്കളും കൂടെ സഹായിച്ചതാ. ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡോക്യുമെന്റുകളായിട്ട് വരൂ ആദ്യം. ഇതൊക്കെ കൊണ്ടുവരുന്നതിൽ ഭേദമേ നാട്ടിലെ പ്രൈവറ്റ് ബാങ്കിൽ ഇട്ടാൽ മതിയല്ലോ. അല്ലെ നാട്ടുകാർക്ക് പലിശയ്ക്ക് കൊടുത്താൽ മതിയല്ലോ. പലിശ കൂടുതൽ കിട്ടും. എന്നാ പിന്നെ നിങ്ങൾക്ക് അത് ചെയ്താൽ പോരെ? പിന്നെ ഇവിടെ വരേണ്ട കാര്യം ഞാനത് ചെയ്തോളാം. എന്നാ പിന്നെ കൊണ്ടുപോയിട്. എവിടുന്ന് വരുന്നു ഇതുപോലുള്ള ആളുകൾ? നമസ്കാരം. അങ്ങോട്ട് വരും. എന്താ മറ്റേ പെൻഷന്റെ കാര്യം? പെൻഷന്റെ കാശ് വന്നില്ല? ഇല്ല. അപ്പൊ അത് എന്തോ ഒരു ഇത് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ ഒക്കെ റെഡിയാക്കി. മൈക്രോ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞേ. മസ്റ്ററിങ് ആയിരിക്കും. എന്റെ കേട്ടാണ്. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ മസ്റ്ററിങ് കഴിഞ്ഞാ? കഴിഞ്ഞു. ഇതെവിടെ മസ്റ്റർ ചെയ്ത്? കമ്പ്യൂട്ടർ നടത്തുന്ന ഒരാളുണ്ട്, അയാളുടെ ഓഫീസിൽ നിന്നാണ്. അതെ. അല്ല ഞാനൊന്നും പറയണില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ. പേപ്പർ ഇതാണ്. ആ മാനേജർ ഉണ്ട് അവിടെ. ഒന്ന് മാനേജർ ഉണ്ടാ മതിയോ? മാനേജർ അടുത്ത് പോവാം. ശരി. എന്തോ ഒരു ഇതുപോലെ അവർക്ക് താല്പര്യമില്ല. പോയോ? ശരി. മേലെ വന്ന് എന്താ കോട്ടവാദ? ഇരിക്കും. അറേ പറയൂ. ഞങ്ങള് കഴിഞ്ഞ ദിവസം വന്നിനി. അന്ന് നിങ്ങൾ സമരത്തിലേനി. സമരത്തിന്റെ ശരി എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. ശമ്പളമൊക്കെ കിട്ടിയോ? എന്താ വന്ന കാര്യം? എന്താ? ഞങ്ങള് ഇത് ഇന്ത്യക്കാണ് കോയ. അപ്പൊ ഇക്കക്ക് പിന്നെ കുറെ ആയിപ്പോ ഇത് കിട്ടിയിട്ടേ, പെൻഷൻ കിട്ടിയിട്ട്. ശരി. അപ്പൊ അതിന്റെ ഇതൊക്കെ ചെയ്ത് ഞങ്ങള് മറ്റേ ഇവിടെ പോയിട്ടേ എന്താ അത് ചെയ്തു. അപ്പൊ ഒരു പറഞ്ഞ് ബാങ്കിൽ എത്തിണ്ടാവും, ബാങ്കിൽ കാണിച്ചാൽ മതി. നോക്കി. അയ്യോ, ഇതിൽ പെൻഷൻ കിട്ടില്ലല്ലോ. ഇതിൽ പെൻഷൻ കിട്ടില്ല. അതിന്റെ കാര്യം എന്താ? എവിടുന്നാ മസ്റ്ററിങ് നടത്തിയത്? ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സ്ഥലത്ത് നിന്ന്. അത് പറ്റില്ലേ. ഏതെങ്കിലും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലൊന്നും പോയിട്ട് ഇത് ചെയ്തിട്ട് വരുന്നൂടാ. എന്തെന്നാ റബ്ബേ ഈ പറഞ്ഞ? എത്ര ദിവസമായി? ഇതെന്താ പ്രശ്നം അറിയോ? ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ ഇത് എടുക്കാവൂ. അക്ഷയയിൽ ഞങ്ങൾ പോയി, അവിടെ ഭയങ്കര ലൈനേനി. അപ്പോഴാണ് ഒരാൾ ഞങ്ങളോട് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ സെന്റർ ഉണ്ട്, അവിടെ എല്ലാം കിട്ടും പറഞ്ഞു. അവിടെ പോയിട്ട് മേടിച്ചാ. അത് പറ്റില്ല. ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് മസ്റ്ററിങ് നടത്തി വരുന്ന സംഗതികൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. ആ ചങ്ങായി അല്ലേ പറഞ്ഞു ഇവിടുന്ന് ഒക്കെ ശരിയാക്കി കൊടുക്കാണ് ഒക്കെ പറഞ്ഞിട്ടാണ് പൊന്നാല് സാറേ ഞങ്ങൾ അവിടെ കയറിയ. അതില്ല. ഇപ്പൊ സർക്കാരിന്റെ ഒരു ഉത്തരവുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ ഈ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ അവര് മസ്റ്ററിങ് നടത്തേണ്ടത് അക്ഷയ കേന്ദ്രം വഴി തന്നെയാണ്. അതുമാതിരി ഈ സാമൂഹ്യ പെൻഷൻ ഉപഭോക്താക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നിർബന്ധമായിട്ടും മസ്റ്ററിങ് നടത്തേണ്ടത് അക്ഷയ വഴി തന്നെയാണ്. അതിപ്പോ ധനകാര്യ വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്, അവർ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്റെ സാറേ. ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാര് 10 കായ്ക്ക് വേണ്ടിട്ട് എത്ര ദിവസങ്ങളായി കയറി ഇറങ്ങുന്നത്. അതെ, നമുക്കിപ്പോ എന്താണെങ്കിലേ ഇപ്പൊ ഇവിടെ വരുന്ന ആളുകളോട് ഇപ്പൊ ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് വീടാന്തരം ഓരോരുത്തരോടും പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലവും കുറച്ച് പൈസ തരാൻ പറ്റുമോ? എന്നിട്ട് ഇത് കിട്ടുമ്പോ നിങ്ങൾ എടുത്തോളി. ഇല്ല, അങ്ങനെ പറ്റില്ല. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തെളിവില്ലല്ലോ. അപ്പൊ ഞാനല്ലേ ഇരിക്കണം, നിങ്ങൾക്ക് കാണാല്ലേ? അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവരുന്ന മസ്റ്ററിങ്ങിന് അത് വാല്യൂ ഇല്ല.
ഇങ്ങനെ വരുമ്പോൾ ഈ അക്ഷയ വഴി വരുമ്പോഴേ അതിന് വാല്യൂ ഉള്ളൂ. എന്താ ചെയ്യാ? നമ്മൾ പിന്നെ എന്താ കാട്ടി അത് അറിയുന്നത്? കാരണം കുറെ അതിന്റെ ആവശ്യമുണ്ട്. മൂപ്പര് കുറെ കടത്തിലാണ്. അസുഖമൊക്കെ ഉള്ള ആളാണോ? പറഞ്ഞ പ്രഷറും ഷുഗറും സകലമാന ഇതുകൊണ്ട് നടക്കാൻ പറ്റൂല. ഞാൻ എപ്പോഴും കൂടെ നടക്കുക. കിടപ്പ് രോഗിയല്ല. രോഗി പറഞ്ഞാല് ഈ ഇടക്ക് എനിക്ക് ഈ തല അങ്ങോട്ട് കറങ്ങി ഈ ചെവിയുടെ ഉണ്ട് ഇയർ ബാലൻസിങ് ഉണ്ട്. അപ്പൊ കിടക്കും. അപ്പൊ ഈ കിടപ്പ് രോഗികൾക്കൊക്കെ ശരിക്കും വീടുകളിൽ വന്നിട്ട് മസ്റ്ററിങ് നടത്തണമെന്നാ. അല്ല അതിപ്പോ നിങ്ങളുടെ വാർഡ് മെമ്പർ ആരാ? മണ്ടൂരി. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ അവരെ ചെന്ന് കാണൂ. എന്നിട്ട് അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചെയ്തു തരും. ആ സ്കൂളിൽ എന്തെല്ലാം പരിപാടികളുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങൾ വരുന്നു, അതിനൊക്കെ മെമ്പർ വേണം അല്ലേ? സിനിമാ നടി വന്ന ഒരു പരിപാടിക്ക് മെമ്പർ വേണ്ട. അതെ, ഗവൺമെന്റ് സ്കൂളാവുമ്പോഴേ ഈ പഞ്ചായത്തിന്റെ അധികാരത്തിലാ വരിക. അതും കൂടെ ഒന്ന് ഓർക്കാം. ആ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു മരണം വന്നാല്, ഉത്സവം വന്നാല്, എന്താ ആഘോഷം ഉണ്ടായാലും മെമ്പർ വേണം. നിങ്ങളുടെ സ്കൂളിന് വേണമെങ്കിൽ വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. ആ ചെല്ല് എനിക്ക് മീറ്റിങ്ങിന് സമയമായി. പരിപാടിയൊക്കെ നന്നായില്ലേ? പുറത്തേക്ക് പോവാൻ നിൽക്കാൻ പോകണ്ടല്ലേ? ആ മീറ്റിംഗ് കണ്ടപ്പോഴേ അതെല്ലേ, കുറച്ച് ദേഷ്യത്തിലാന്ന് തോന്നല്ലോ. കുറച്ച് ദേഷ്യത്തിലാന്ന് തോന്നുന്നു. അല്ല, എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ, ഈ നാട്ടില് എന്ത് കാര്യം ഉണ്ടായാലും മെമ്പർ വേണ്ടേ? അവിടെ വേണ്ടേ? സിനിമ നടി വന്ന വലിയ എന്തോ ഒരു പരിപാടി അവർ നടത്തി, എന്താ എന്നെ വിളിച്ചില്ല? വിളിച്ചില്ലാന്ന്. ശരി, അപ്പൊ നേരമില്ലാണ്ടല്ലേ? എന്നെ വിളിച്ചിട്ടില്ല അവര്. വിളിക്കാത്തടത്ത് ഞാൻ കയറേണ്ട കാര്യമുണ്ടോ? തന്നെ മെമ്പർക്ക് പോവാൻ നേരം സമയമില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ ആ വേദിയിൽ ഇരിക്കേണ്ടതല്ലേ? എന്തിന്റെ? അതായത് അങ്ങനെ ഒരു നിയമം ഉണ്ട്. മെമ്പർ ഞാനാണല്ലോ മെമ്പർ. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടല്ലേ സിനിമ നടി അവിടെ വേണ്ടു. അല്ല, ഇന്നിപ്പോ ഞാൻ മെമ്പറാ, നാളെ ചിലപ്പോ MLA ആവും, മന്ത്രിയാവും. അപ്പൊ ഇവരെങ്ങനെ ഒഴിവാക്കല്ല, വന്ന് വിളിക്കുമ്പോ പോവരുത്. അല്ല, എന്താ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഇക്ക എന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട്. ഞാനിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ കളിയാക്കാൻ വന്നോ? അല്ല, എന്റെ അഭിപ്രായം എന്താ വെച്ചാ ഒന്ന് പറയ്. ഉണ്ടോ? ഉണ്ടല്ലോ. അല്ലിപ്പോ ഞാൻ എന്നെ കാണാൻ വരൂലല്ലോ. അതെ, ഇനിയിപ്പൊ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണാൻ വരേണ്ടി വരില്ലായിരുന്നോ? അല്ലേ? അപ്പൊ ഇവര് ഉദ്യോഗസ്ഥര് ഇപ്പൊ പറയണ എന്താ വെച്ചാ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ളത്. ആരോ കിടന്ന് വിളിക്കണം, മീറ്റിങ്ങിന് ചെല്ലേണ്ട സമയമായിണ്ടേ. കിട്ടണമൊന്നുമില്ല, വേഗം കാര്യം പറഞ്ഞു. സുമതി, നിന്നോട് ഞാൻ 2-3 ദിവസമായിട്ട് പറയാണ്, ഓർഡർ വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരേ കാര്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കണ എന്താ? ഞാനൊരു മെമ്പറല്ലേ, എനിക്ക് എന്തെല്ലാം തിരക്കുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ട് ഇവിടെ. നിന്റെ ഞാൻ പിന്നെ കേൾക്കാനല്ല, വെച്ചിട്ട് പോ. ഓടിന്റെ ആവശ്യമല്ല, എന്താ വിഷയം ഉണ്ടല്ലോ. അതായത് ഈ ആശാ വർക്കർമാരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ എന്തോ പത്രവാർത്ത വന്നൂന്ന്. അതിപ്പോ അതിന്റെ ഓർഡർ വന്ന് പഞ്ചായത്തിൽ നിന്ന് എന്നോട് പറഞ്ഞാലല്ലേ അതിന്റെ എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സുമതിയില്ലേ, അവൾ എന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കുക. അത് കഴിഞ്ഞ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത്? ഒരു സൗകര്യം വേണ്ടേ? അല്ല, ഇപ്പൊ നമ്മളെന്തായിരുന്നു പറഞ്ഞത്? ഞാൻ പറഞ്ഞാല് ഇപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് വേണത്ര, എന്നാലേ പെൻഷൻ കിട്ടുള്ളൂ. അപ്പൊ മെമ്പർ ഇക്ക ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എഴുതി തന്നാലേ പെൻഷൻ കിട്ടുള്ളൂ. അതിനെന്താ, ഞാൻ എഴുതി തരാലോ. അത് നാളെ പറ്റൂല. എഴുതി തന്നൂടെ? ഇന്നിപ്പോ ഞാൻ എഴുതി തന്നാലും ഇന്ന് ബാങ്ക് ഇല്ലല്ലോ. നാളെയും മറ്റന്നാളും ബാങ്ക് അവധിയല്ലേ? ഇല്ലേ? ഇല്ല, തിങ്കളാഴ്ചയല്ലേ നടക്കുള്ളൂ. എന്താറിയോ, 10 മണിയുടെ മീറ്റിങ്ങിന് പോകാൻ ഇറങ്ങിയതാണ് ഞാൻ. ആ കുരുത്തം കേട്ട മാഷ് വന്ന് എന്റെ എത്ര സമയം പോയി. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഓടി എത്തണം ഞാൻ. തിങ്കളാഴ്ച രാവിലെ മെമ്പർ എഴുതിയേക്ക്. അതുപോലെ തിങ്കളാഴ്ച രാവിലെ ഞാൻ ഇതാട്ടോ, സമയം ഇല്ലാത്തോണ്ടാണ്. ആരുടെയൊക്കെ കാര്യം, മെമ്പർ അല്ലേ? എന്താ ചെയ്യാ, കുട്ടിക്ക് നിലത്ത് നിൽക്കാൻ തരില്ല. നമ്മള് കാട്ടിയ ചതിയാതെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോണ്ടാണല്ലോ ഇപ്പൊ നല്ല തിരക്ക് കാരണം അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്തോളൂ. എന്താ ചെയ്യാ?